39 മാസത്തെ DA കുടിശ്ശിക നിലനിൽക്കെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും DA/DR വർദ്ധിപ്പിച്ചു. മെയ് മാസം വിതരണം ചെയ്യുന്ന ശമ്പളത്തിൽ വർദ്ധിപ്പിച്ച DA ലഭിക്കും. എന്നാൽ കുടിശ്ശിക എന്ന് നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. 39 മാസത്തെ കുടിശ്ശിക കവർന്നെടുത്തത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. അധ്യാപകരുടെയും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ചാണ് സർക്കാർ ഉത്തരവിറക്കിയത്. ഇതിൽ ഏപ്രിൽ മാസത്തിലെ DA 7 നിന്ന് 9% ഉയർത്തിയെന്നും മെയ് മാസത്തെ ശമ്പളത്തിനൊപ്പം നൽകുമെന്നുമാണ് ഉള്ളത്. 2021 ജനുവരി മുതൽ കിട്ടേണ്ട ഈ ക്ഷാമബത്തയുടെ 39 മാസത്തെ കുടിശ്ശിക നൽകുന്നതിനെ കുറിച്ച് ഉത്തരവിൽ പരാമർശമില്ല. കുടിശ്ശിക എന്ന് നൽകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുമില്ല. 39 മാസത്തെ കുടിശ്ശിക കവർന്നെടുത്തത് അത്യന്തം പ്രതിഷേധാർഹമാണെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. ജീവനക്കാരന്റെ DA 1/1/2021 മുതലാണ് വർദ്ധിപ്പിക്കേണ്ടത്. അങ്ങനെ വേണം ആ ഉത്തരവിൽ അത് രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. എന്നാൽ അത് വർദ്ധിപ്പിക്കുന്നത് എന്നാണ്, എന്ന് മുതലാണ് പ്രാബല്യം എന്ന് പോലും സൂചിപ്പിക്കാതെ 39 മാസത്തെ തുകയാണ് ജീവനക്കാരിൽ നിന്നും ഈ LDF സർക്കാർ കവർന്നെടുത്തിരിക്കുന്നത്. ഏറ്റവും താഴ്ന്ന വിഭാഗം ജീവനക്കാർ 17,940 രൂപയാണ് അവന്റെ പോക്കറ്റിൽ നിന്നും ഈ സർക്കാർ അടിച്ചു മാറ്റിയിരിക്കുന്നത്. ഇത്തരത്തിൽ ഇങ്ങനെ നെറികേടിന്റെ നീതികേടിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി കേരളത്തിലെ LDF സർക്കാർ മാറിയിരിക്കുകയാണ്. ഇത് ജീവനക്കാരൻ അത്യന്തം പ്രതിഷേധത്തോടു കൂടിയാണ് കാണുന്നത്. ഏറ്റവും താഴ്ന്ന കേഡറിലുള്ള ജീവനക്കാരന് 17,940 രൂപ കുടിശ്ശിക വരും. ഇത് നേടിയെടുക്കാൻ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘം വ്യക്തമാക്കുന്നുണ്ട്. ഈ ഇപ്പൊ പറഞ്ഞ ഉത്തരവ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ജീവനക്കാരുടെ അവകാശങ്ങളെ നിരാകരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഒരു സമയത്ത് കോടതിയിലോ മറ്റു കാര്യങ്ങളിലോ സർക്കാർ ജീവനക്കാരോ സംഘടനകളോ പോയി കഴിഞ്ഞാൽ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ ഇന്നുവരെ ഇത്തരത്തിലൊരു ഉത്തരവ് ഇന്നുവരെ ഈ ഒരു സർക്കാരും പുറത്തിറക്കിയിട്ടില്ല. അതേസമയം ഇരട്ട നീതിയുടെ ഭാഗമായി IAS, IPS, IFS ഉദ്യോഗസ്ഥരുടെ ക്ഷാമബത്ത 4% വർദ്ധിപ്പിച്ച് 42% എന്നത് 46% ആക്കുമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിട്ടുണ്ട്. 2023 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധനയെന്നും ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നു. കുടിശ്ശിക പണമായി നൽകുമെന്നും കൃത്യമായി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ 39 മാസത്തെ കുടിശ്ശിക നൽകുന്നതിനെ കുറിച്ച് ഉത്തരവിൽ ഒരു പരാമർശമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ജനം, തിരുവനന്തപുരം.